ഇതാണ് ഈ വീടിന്റെ ഒരു പ്രശ്നം. 10-20 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ഇതിനകത്തുള്ള സീലിംഗിന്റെ അടിയിലത്തെ പ്ലാസ്റ്റർ എല്ലാം ഇളവി അതിനകത്തുള്ള സ്റ്റീൽ എല്ലാം റസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ റസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റർ ഇളകി തുടങ്ങിയിട്ടുള്ളത്. ഇനി റസ്റ്റ് കൂടുന്തോറും ഈ പ്ലാസ്റ്റർ ഇനിയും ഇളകിക്കൊണ്ടേയിരിക്കും. ഇവിടെ കണ്ടില്ലേ, ഇതെല്ലാം ലീക്കിന്റെ ഇഷ്യൂ ആണ് ഇവിടെ വന്നിട്ടുള്ളത് മൊത്തം. അപ്പം ഇതിന് എന്താണ് സൊല്യൂഷൻ? ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള കസ്റ്റമേഴ്സ് എല്ലാം ദുബായിലും പല കൺട്രീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ ക്ലീനിങ് ചെയ്യാനൊന്നും ആൾ കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ കൊണ്ട് ഈ വെള്ളം കെട്ടി നിന്ന്, ഇതെല്ലാം വെള്ളം കെട്ടി നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളാണല്ലോ. അങ്ങനെ ഒരു വർഷം അടഞ്ഞു കിടന്നാലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടി അതിനൊരു സൊല്യൂഷനും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു തരാം. പക്ഷേ ഇത് എവിടെയെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. 100% നമുക്ക് പെർഫെക്റ്റ് ആക്കിയിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ നിൽക്കുന്ന നാളെ കഴിഞ്ഞ് ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്യേണ്ട ഒരു സൈറ്റ് ആണ് ഞങ്ങളുടെ. ഇതൊരു 1600 സ്ക്വയർ ഫീറ്റിന്റെ ഒരു സിംഗിൾ ഫ്ലോർ വീടാണ്. ഈ വീടിന് തന്നെ ഒരുപാട് പ്രത്യേകതയൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് പറയാം. അപ്പം ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷനാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഞങ്ങൾ ചെയ്യുന്ന ഈ സ്റ്റീലെല്ലാം കംപ്ലീറ്റ് ഒരു എപ്പോക്സി കോട്ടിങ് കൊടുക്കുകയാണ്. അത് സിറ സിങ്ക്, സിറയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. സിറ സിങ്ക് എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര്. അവരുടെ പ്രൊഡക്റ്റ് ഇട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 2 കെമിക്കലും കൂടെ മിക്സ് ചെയ്ത് എപ്പോക്സി നാച്ചുറലായിട്ട് 2 കോമ്പൗണ്ട് മിക്സ് ആക്കി അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. പുതിയതായിട്ട് ലേ ചെയ്ത സ്റ്റീലാണ്. ആ സ്റ്റീലിനെ തന്നെ നമ്മളിപ്പം ഓൾറെഡി ഒരു കോട്ടിങ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എക്സ്പെൻസ് അല്ലെന്നല്ല പറയുന്നത്. ഇതാണ് ഇപ്പോൾ ഒരു കോട്ടിങ് കൊടുത്തേക്കുന്നത്. ഇതിപ്പം ആ സൈഡിൽ നിന്ന് എല്ലാം ഇങ്ങനെ എൽ ഷേപ്പായിട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്രയും ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ ഒരു മഴയൊക്കെ പെയ്യുമ്പം ആരും ഇല്ലാത്ത സമയം, ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ നല്ല രീതിയിൽ സ്ലോപ്പ് കോൺക്രീറ്റ് ചെയ്യുമ്പം നല്ല സ്ലോപ്പായിട്ടൊക്കെ നമ്മൾ റൂഫ് കോൺക്രീറ്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്താൽ തന്നെയും ഒരു 4-5 മാസം കഴിയുമ്പോൾ ആരും നോക്കാനില്ലെന്നുണ്ടെങ്കിൽ ഈ വൃക്ഷങ്ങളുടെ ഇല വന്നൊക്കെ ഈ നമ്മൾ ഈ വെള്ളം പോകുന്ന ഓവൊക്കെ അടഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വെള്ളം കെട്ടി നിൽക്കും ടെറസിൽ. അപ്പോൾ 1 മാസം, ഒരാഴ്ച, 10 ദിവസമൊക്കെ കെട്ടി നിൽക്കുമ്പം അപ്പോൾ ആ കെട്ടി നിൽക്കുന്ന വെള്ളം നമ്മുടെ റൂഫിൽ എവിടെയെങ്കിലും ചെറിയൊരു മൈന്യൂട്ട് ഹോൾ ഉണ്ടെങ്കിൽ അവിടുന്ന് കയറി പിടിച്ച് അടിയിലോട്ട് ഇറങ്ങി ഈ സ്റ്റീലിലോട്ട് പിടിച്ച് സ്റ്റീൽ റസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് പെട്ടെന്നൊന്നും നല്ല സംഭവിക്കുന്നത്. ഒരു 4-5 കൊല്ലം കൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഇത് പെല്ല റസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ആ റസ്റ്റിൽ നിന്നാണ് പിന്നെ നമ്മുടെ താഴെ പ്ലാസ്റ്റർ വിടുക. റസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റീൽ റസ്റ്റിന് ശേഷം മാത്രമാണ് പ്ലാസ്റ്റർ ഇളവുന്നത്, അല്ലെങ്കിൽ ഇളവത്തില്ല. അങ്ങനെ ഒഴിവാക്കാൻ അതിനാണ് ഈ കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഇറങ്ങിയാൽ തന്നെയും ഇങ്ങനൊരു കോട്ടിങ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റീൽ റസ്റ്റിംഗ് വരത്തില്ല. പ്രത്യേകിച്ച് ഇത് എപ്പോക്സി ആയതുകൊണ്ട് അത് അങ്ങനെ ഇളകി പോകത്തൊന്നുമില്ല. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒന്നും പോകത്തൊന്നുമില്ല, ഗ്യാരണ്ടി തന്നെ. നമ്മൾ ബാത്റൂമിലൊക്കെ ടൈലിൻ്റെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പൊക്കെ നമ്മൾ എപ്പോക്സി ഫില്ല് ചെയ്യുമല്ലോ, അതേപോലെ ഒരു പ്രോസസ്സാണ്. 2 കെമിക്കൽ മിക്സ് ആകുമ്പോഴത്തേക്ക് ഇതൊരു ബോണ്ട് പോലെ ആയി ഒരു ഫിലിം പോലെ വർക്ക് ആവുന്ന ഒരു കോട്ടിംഗ് ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഒരു നല്ലൊരു പ്രോസസ്സാണ്. ഇങ്ങനെ ഒരു കോട്ടിംഗ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലീക്കിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഈ ലീക്കിൻ്റെ ഇഷ്യൂവിൽ വരുന്ന കംപ്ലയിൻസ് ഒക്കെ ഇന്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു സിംഗിൾ ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം.